സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. ഇതാണ് സംഭവം. ഇത് വെളിപാടിൻ്റെ പുസ്തകമാണ്. അമ്മയെക്കുറിച്ച് പറയുന്ന ഇടത്ത് പറയുന്നതാണ് ചിറകുകൾ. ഒന്ന് പറഞ്ഞ്, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. ഇനിയാണ് ക്ലോക്ക് വരുന്നത്. ചെറിയ കഴിഞ്ഞിട്ട് ക്ലോക്ക് വരുന്നുണ്ട്. ഇത് പുറപ്പാട് 12:14. പുറപ്പാട് 12:14, 12-ാം അധ്യായം 14-ാം വാക്യം. ഇനിയാണ് ക്ലോക്ക് വരുന്നത്. എന്താ പറയണത്? 12 കഴിഞ്ഞിട്ട് പറയണത്, സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ക്ലോക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ചിറകുകൾ നൽകപ്പെടുന്നത് എന്തിനാണ്? സംരക്ഷണത്തിന് വേണ്ടിയാണ്. സമയം ചുരുക്കണത് എന്തിനാണ്? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വേഗത കൂട്ടിയിട്ട് സംരക്ഷിക്കണം. വേഗത കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രാജ്യങ്ങളുടെ നിയമങ്ങൾ മാറും. ഇപ്പോൾ നിങ്ങൾ IELTS എഴുതണം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചില രാജ്യം, ഇപ്പോൾ അവർ ഓസ്ട്രേലിയ നിയമം ചേഞ്ചാക്കിയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ PR കിട്ടത്തില്ല. ഇപ്പോൾ ഓസ്ട്രേലിയ വർക്ക് ചെയ്ത ആൾക്കാർ ഇപ്പോൾ കാനഡയിലേക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്താ കാര്യം? അപ്പോൾ ആ നിയമം ചേഞ്ചാക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് അവിടെ എൻട്രി കിട്ടണം. അതിനാണ് സമയം ചുരുക്കേണ്ട കാര്യം പറഞ്ഞത്. ആ നിയമം ചേഞ്ചാക്കുന്നതിന് മുമ്പ്. അതിനാണ് വേഗത വേണ്ടത്. ഈ വേഗത എങ്ങനെയാണ് വരണത്? ഉടമ്പടിയിൽ എങ്ങനെയാണ് നമ്മൾക്ക് ചിറകുകൾ നൽകപ്പെടുന്നത്? ഉടമ്പടിയിൽ എങ്ങനെയാണ് വേഗത വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴൊരു സാക്ഷ്യം എന്താ? അവർ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞില്ലേ? അയാൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നു, അയാൾ താമസിച്ചു, 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചു. പക്ഷേ അമ്മ ആ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ 0 ക്ലെയിമിൽ അയാളിൽ ഇട്ട് പോവുകയാണ്, അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അത്ഭുതം നമ്മുടെ മുമ്പിൽ കാണുകയാണ്. നമ്മൾ 0 ക്ലെയിം, ഒരു ക്ലെയിമും ഇല്ലാതെ ആ മനുഷ്യൻ ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഇത്രയും സ്പീഡാണ് വിഷയം. അപ്പം ഇങ്ങനെ വരുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരണത്? അപ്പോൾ അതായത് പുറപ്പാട് 12:17, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി. ഈ വചനം ശ്രദ്ധിക്കണം. എന്താണ് ചിറകെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്? 2 ചിറകാണ് പറയണത്. 2 ചിറകാണ് നൽകപ്പെടുന്നത് അല്ലേ? ഈ 2 ചിറക് എന്താ? നമുക്ക് ലഭിക്കുന്ന 2 ചിറക് എന്താ? ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 2 ചിറക് എന്താ? 1, ദൈവകൽപ്പനകൾ കാക്കുന്നവരും. അതാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ചെയ്യണ ഒരു നിബന്ധന അല്ലേ? നിബന്ധനയൊക്കെ ഓർക്കുന്നുണ്ടോ? ക്ലാസ് എടുത്തപ്പോൾ ശ്രദ്ധിച്ചോ? അപ്പം നമുക്ക് നൽകുന്ന ഒരു നിബന്ധന എന്താണ്? അതാണ് ഒരു ചിറക്, ദൈവകൽപ്പനകൾ. അതാണ് ഈ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എന്താണ്? ദൈവകൽപ്പനകൾ. അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്നത് എന്താണ്? ദൈവവചനങ്ങളാണ്. ഈ ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ്, നമ്മൾ ദൈവവചനം പാലിക്കുമ്പോഴാണ് സ്പീഡ് കൂടുന്നത്. വളരെ ശ്രദ്ധിക്കണം. 2 ചിറകാണ്, ഒരു ചിറക് മാത്രമല്ല. ഒരു ചിറകാണ് ദൈവകൽപ്പന. 2-ാമത്തെ ചിറക് എന്താണ്? പുറപ്പാട് 12:17 ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞ്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ഇനി ദൈവകൽപ്പനകൾ കാക്കുന്നവരും. അതാണ് ഒരു ചിറക്. 2-ാമത്തെ ചിറക് എന്താ? യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി. പ്രൈസ് ദി ലോർഡ്. അതാണ് 2-ാമത്തെ ചിറക്. നമ്മുടെ അതിലാണ് കർത്താവിൻ്റെ വചനം നമ്മൾ പാലിച്ച് പത്രം കൊടുക്കുക, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതെല്ലാം
യേശുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അതുപോലെ തന്നെ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. അതെല്ലാം വരണത് ദൈവകൽപ്പനകളെ കാക്കുന്നതും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്, വാഗ്ദാനം പ്രാപിക്കണത് നമ്മൾക്ക് ചൊല്ലലിലൂടെ അല്ല, ചെയ്ത്തിലൂടെയാണ്. ഉടമ്പടിയിലെ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെ വാഗ്ദാനം ഒരു വിഷയം നമുക്ക് രണ്ട് തരത്തിൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റും. ചൊല്ലലിലൂടെ പ്രാർത്ഥിപ്പിക്കാൻ പറ്റും, പിന്നെ ബൈ വേഡ്സ് നമുക്ക് വാഗ്ദാനം പ്രാപിക്കാം. പിന്നെ എന്താ, ചെയ്ത്തിലൂടെ പ്രാപിക്കാൻ പറ്റും. അപ്പോൾ ചെല്ലലിലൂടെ ചില സമയത്ത് ചില വിഷയങ്ങൾ ചെല്ലലിലൂടെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചെല്ലലെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന, ഇല്ലേ? ഇപ്പം അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു, അല്ലേ? അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. അതൊരു പ്രാർത്ഥനയാണ്. ആരുടെ പ്രാർത്ഥന? അമ്മയുടെ, ആ സാധു കുടുംബത്തിന് വേണ്ടിയുള്ള അമ്മയുടെ പ്രാർത്ഥനയാണ്. പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ചപ്പോൾ, യോഹന്നാൻ 2:3 പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല. അപ്പോഴെന്താണ്? ആ വിഷയം നടക്കത്തില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ആ വിഷയം നടക്കത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞു, അതിന് ചെയ്താൽ, അത് പ്രാവർത്തികമാക്കിയാൽ ചിറകിൻ്റെ ശക്തി കൂടും. അപ്പോൾ പരിശുദ്ധാത്മാവിന് ജ്ഞാനവരത്തിലാണ് അമ്മ പറയണത്, അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത്. ഉടമ്പടിയിൽ എങ്ങനെയാണ് പവർ കൂടണത് എന്ന് നിങ്ങൾ അറിയണം. ഇത് അല്ല സാക്ഷ്യം കേട്ടുകൊണ്ട് മാത്രം ഇതിന് കാര്യമില്ല. അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താണ്, സയൻറ്റിഫിക് സൈഡ് എന്താണ്, അതാണ് ഈ പറഞ്ഞത്. അത് എങ്ങനെയാണ് നമുക്ക് ചിറകുകൾ, ഈ അമ്മയ്ക്ക് കൊടുത്ത ചിറകുകളാണ് നമുക്ക് നൽകണത്. നമ്മൾ വാഗ്ദാന പേടകമായി മാറുമ്പോൾ, വാക്ക് പാലിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ നമുക്ക് 2 ചിറകുകളാണ് നൽകണത്. ഒന്നെന്താണ്? ദൈവകൽപ്പന 12:17 ഈ പറയുന്നത് വെളിപാടിൽ. ദൈവകൽപ്പന കാക്കുന്നതിൻ്റെ ഒരു ചിറക്. രണ്ടാമത്തെ ചിറക് എന്താ? പുറപ്പാട് 12:17 രണ്ടാമത്തെ ചിറക് എന്താ? യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന ചിറക്. അപ്പോഴാണ് സ്പീഡാകണത്. ഉടമ്പടി സ്പീഡാകാൻ കാര്യം എന്താ? നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയണില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ സ്പീഡ് കുറയ്ക്കുകയാണ് ശരിക്കും ചെയ്യണത്. കുറച്ച് പ്രാർത്ഥിക്കും, കുറച്ച് പത്രം മേടിച്ച് പുണ്യാളനെ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിക്കും, അതല്ലേ? ഇപ്പം അന്തോനീസിൻ്റെയൊക്കെ നടയിൽ ചെന്ന് കഴിഞ്ഞാൽ കൃപാസനം പത്രം കാണാം. എന്താണ്? ചെടുത്തിമാർ പുണ്യാളനെ കൊണ്ട് പുണ്യാളിന് പണി കൊടുത്തിരിക്കുക. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യത്തില്ല, അതാണ് സ്പീഡ് കുറഞ്ഞു വരണത്. കാര്യം കർത്താവ് വാഗ്ദാനം വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ടാണ് 2 തിമോത്തി 2:13 അവൻ വിശ്വസ്തനാണ്. അപ്പോൾ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനാകും. അപ്പോൾ ഉടമ്പടി എന്നായാലും നടക്കും. കാര്യം എന്താ? പക്ഷേ ഉടമ്പടി ഇപ്പം 2 തിമോത്തി 2:13 നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം എന്നായാലും നടക്കും. പക്ഷേ എന്നായാലും നടന്നിട്ട് കാര്യമില്ലല്ലോ, അതാണ് പ്രശ്നം. കാര്യം സമയമാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം 40 വയസ്സുള്ള ആൾക്കാർ ഇവിടെ ഇന്ന് കല്യാണം കഴിച്ചു, ഇല്ലേ? 40 അല്ല 48 വരെ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ? 48 വയസ്സുള്ള ആളിൻ്റെ കല്യാണം സാക്ഷ്യം അവർ പറഞ്ഞപ്പോൾ 45 വയസ്സുള്ള ചേടത്തി വന്നിട്ടും പറഞ്ഞ് എനിക്കും കെട്ടണമെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു, ഇപ്പം 48 വയസ്സ്, ഇപ്പം പീരീഡ്സ് എല്ലാം കഴിഞ്ഞു, ഇനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല, കുഞ്ഞുങ്ങളുണ്ടായാലേ കുഴപ്പമൊന്നും, എനിക്ക് ജീവിത പങ്കാളിയെ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് അവർ ഓപ്പോസിറ്റ് സൈഡ് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് അതിനെ പറ്റിയ ആളെ തരും. അമ്മയുടെ ഉണ്ടല്ലോ എല്ലാം, അമ്മയുടെ കയ്യിൽ ആളെല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റിയ എല്ലാ സാധ്യതകളും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതല്ല, 48 വയസ്സുകാരൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ഉണക്ക കമ്പുകളെല്ലാം, കരിഞ്ഞുപോയ സ്വപ്നങ്ങളെല്ലാം തളർത്തു. 45 വയസ്സുകാർക്കും കല്യാണം കഴിച്ച ഉടമ്പടിയിൽ അമ്മയോട് പറഞ്ഞാൽ ജീവിത പങ്കാളിയെ തരുമെന്ന് മനസ്സിലായില്ലേ? അതാണ് അഹോറോൻ്റെ പൂത്ത വടിയെന്ന് പറയണത്.
ഈ വാഗ്ദാന പേടകത്തിന് ഉള്ളിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? 10 കൽപ്പന കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അഹ്റോൻ്റെ ഉണക്കവടി തളിർത്ത ബദാം കായ്ച്ചതാണ്. എല്ലാ കരിഞ്ഞ സ്വപ്നങ്ങളും ഉടമ്പടിയിലൂടെ വാഗ്ദാന പേടകത്തിലൂടെ വാഗ്ദാനം പാലിച്ചു കഴിയുമ്പോൾ അതെല്ലാം മുട്ടിട്ട് വരും. ഇതെല്ലാം വചനം പാലിക്കുന്നതിലാണ് ഇതിൻ്റെ. അതാണ് ഈ പുറപ്പാട് വെളിപ്പാട് 12:17 പറയണത്. അതായത് ചിറകുകളെന്ന് പറയണത് ഒന്ന് ദൈവകൽപ്പന പാലിക്കുന്നതാണ്, രണ്ടാമത്തത് യേശുവിനെ സാക്ഷ്യം. അപ്പോൾ നമ്മൾക്ക് സ്പീഡ് കൂടേണ്ട ചുമതല ആരുടേതാണ്? നമ്മളുടേതാണ്. കാര്യം എന്താണ്? ഇത് 20% പ്രാർത്ഥന കൊണ്ട് ലിഫ്റ്റ് ചെയ്യണത്. ദൈവം വിശ്വസ്തനായത് കാരണം ഉടമ്പടിയിലുള്ള വിഷയം എപ്പോഴായാലും നടക്കും. എപ്പോഴായാലും നടന്നാൽ മതിയോ? പോരാ. ഈ 45 വയസ്സുകാരൻ കല്യാണം കഴിച്ച 42 വയസ്സുകാരൻ കല്യാണം കഴിച്ചാൽ അവിടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും എത്തുമ്പോൾ ഒരു 20 വയസ്സ് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിലെങ്കിലും ആയി ഡിഗ്രിക്ക് പോകുമ്പോൾ ഇവർക്ക് 62 വയസ്സാവും. അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ 65 വയസ്സാവും. അവിടെ ശമ്പളം കറക്റ്റായി വരുമ്പോൾ ഇവർക്ക് 67 വയസ്സാവും. അവിടെ ശമ്പളം വീട്ടിൽ കൊണ്ടുവന്ന് അരിവെച്ച് കഴിയുമ്പോൾ ഇവർ ചത്തും പോവും. അതാണ് പ്രശ്നം. സമയത്തിൻ്റെ പ്രോബ്ലമാണ്. സമയത്തിൻ്റെ സംരക്ഷണം വേണ്ടേ? അതുകൊണ്ടാണ് സ്പീഡ് വേണ്ടത്. അതുകൊണ്ടാണ് ചിറക് നൽകപ്പെടുന്നത്. ആ ചിറക് അത് വരണത് അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ്. അവൻ പറയണ ഇപ്പോഴേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊല്ലലാണ്. യോഹന്നാൻ 2:3. അപ്പോൾ ചില കാര്യങ്ങൾ സമയത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് ഈശോ പറയും ഉടനെ, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന നിയമോപദേശമാണ് ആകാത്ത സമയം ആക്കിയെടുക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അതിനകത്ത് ദൈവകൽപ്പനയുണ്ട്, ദൈവത്തിൻ്റെ സാക്ഷീകരണമുണ്ട്. 80% ചെയ്ത്ത, 20% ചൊല്ലൽ, ബാക്കി 80% ചെയ്ത്ത. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർ സ്പീഡ് കൂടാൻ വേണ്ടി, ചിറക് നൽകപ്പെടാൻ വേണ്ടി അവൻ പറയണ പോലെ ചെയ്യാനുള്ള ആഴമായ വിശ്വാസമുണ്ടാകണം. ഈ ആഴമായ വിശ്വാസമാണ്, ചിറകുകളാണ് കാലവിളംബത്തെ ചുരുക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവൻ പറഞ്ഞതുപോലെ ചെയ്ത് ദൈവത്തിൻ്റെ ചിറകുകൾ നേടി സമയത്തിൻ്റെ മേൽ അധികാരം പ്രാപിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കാലവിളംബത്തിൻ്റെ പരിഹാരമാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയണത്. വളരെ സാങ്കേതിക ജ്ഞാനത്തോടു കൂടി സൂക്ഷ്മതയോടെ ഉടമ്പടി പരിഹരിച്ച് നിങ്ങളുടെ സമയച്ചുവെക്കുന്നതിന് കഴിവ് നിബന്ധനകളിലൂടെയും, ഇപ്പോൾ ഈ സർപ്പത്തിനോട് പോരാടാൻ വേണ്ടിയാണ് നിബന്ധനകളെ. ഇപ്പം നിബന്ധനകൾ തന്നിട്ടില്ലേ? ഉടമ്പടിയിലെ നിബന്ധനകൾ എന്തിനാണ്? സർപ്പത്തിനോട് പോരാടാൻ വേണ്ടിയാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ളതാണ് നിബന്ധനകളെല്ലാം. ഈ പോരാട്ടത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സഹായം ലഭിച്ച് നമുക്ക് സാക്ഷി ജീവിതത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും കൽപ്പനകൾ കാക്കുന്നത് എന്തിനാണ്? വിശുദ്ധ ജീവിതത്തിന്. പിന്നീട് നമ്മൾ സാക്ഷ്യം വഹിക്കണത് എന്തിനാണ്? ശക്തിക്ക്. അപ്പോൾ ഒരു ചിറക് വിശുദ്ധിയുടേതും ഒരു ചിറക് ശക്തിയുടേതുമാണ്. ഉടമ്പടി ചെയ്യുന്നതിലൂടെ നമ്മൾ എന്നാ സംഭവിക്കണം? നമുക്ക് ഒരേ സമയം ശക്തിയും ഉണ്ടാകുന്നു, ഒരേ സമയം തന്നെ വിശുദ്ധിയും ഉണ്ടാകുന്നു. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രെയറാണ് ശരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ശക്തിയും വിശുദ്ധിയിലൂടെയും നമ്മൾ ആർജിക്കുന്ന വേഗത നമുക്ക് എന്നാ സംഭവിക്കും? ആ വേഗത കൊണ്ട് സ്വാഭാവികമായിട്ടും കാലവിളംബം, ദൈവത്തിൻ്റെ പ്രഖ്യാപിത നയമെന്ന് പറഞ്ഞാൽ എന്താണ്? കാലവിളംബം വെച്ച് താമസിപ്പിക്കണമല്ല, കാലവിളംബം വരുത്തുമോ എന്നല്ലേ ചോദിക്കണത്. അപ്പോൾ നമ്മളാണ് ഇപ്പോൾ കാലവിളംബം വരുത്തണതേ. ദൈവത്തിൻ്റെ പ്രഖ്യാപിത ഇപ്പോൾ 2 പത്രോസ് 2:3 എന്നാ പറയണത്? കാലവിളംബത്തെക്കുറിച്ച് ചിലർ സംസാരിക്കുന്നു. പത്രോസല്ലേ പറഞ്ഞത്? കാലവിളംബത്തെക്കുറിച്ച് ചിലർ സംസാരിക്കുന്നു. എന്നിട്ട് പത്രോസ് എന്താ അതിനെക്കുറിച്ച് പറയണത്? ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ കാലവിളംബം വരുത്തണില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ കാലവിളംബം വരുത്തുന്നില്ല.
അതാണ് ദൈവത്തിൻ്റെ നിയമം. 2 പത്രോസ് 3:9 പറഞ്ഞേ. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ കാലവിളംബം വരുത്തുന്നില്ല. പിന്നെ ആരാ വരുത്തണത്? നമ്മളാണ്. അതാണ് ഈ ഉടമ്പടി പരിഹരിക്കുന്നത്. പിടിയില്ലേ? കാലവിളംബം ദൈവം തന്നെ വാഗ്ദാനങ്ങളിൽ കാലവിളംബം വരുത്തണില്ല. പിന്നെ ആരാ കാലവിളംബം വരുത്തണത്? നമ്മളാണ്. ഈ നമ്മൾ വരുത്തുന്ന കാലവിളംബത്തെയാണ് ഉടമ്പടി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പരിഹരിക്കുന്നത്. അപ്പം നിങ്ങളത് അതിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യണം, സ്ട്രക്ചർ ഫോളോ ചെയ്യണം വളരെ ശ്രദ്ധയോട് കൂടി. അപ്പോഴാണ് ചിറക് നൽകപ്പെടുന്നതും ഇത് സ്പീഡായി മാറണതും. എല്ലാ വിഷയവും അങ്ങനെയാണ്. സ്ഥലം വിൽപ്പന, വീട് വിൽപ്പന, അല്ലെങ്കിൽ വീട് വാങ്ങിക്കണത് എല്ലാം നിങ്ങളായിട്ടത് ലാഗ് ചെയ്യരുത്. അതുകൊണ്ട് എന്താ ഇപ്പം തന്നെ ഉദാഹരണത്തിന് ചില സമയത്ത് ഇപ്പോൾ ഒരു വിധവ ബൈബിളിൽ കാലവിളംബത്തെക്കുറിച്ച് പറയുമ്പോഴേ ഈശോ പറയുന്ന ഒരു കഥയാണത്. ഒരു വിധവ എപ്പോഴും ഒരു രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് നീതി നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കും, അല്ലേ? ഇപ്പം ചേച്ചമ്മ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നീതിയില്ലാതെ വിഷമിക്കുകയാണ്. കാര്യം അയാൾ 3 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വീട്ടുകാർ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു നീതി കേടുണ്ട്. 3 ലക്ഷം രൂപ ആർക്ക് വേണം? ഒരു 30,000 വരെ കൊടുക്കാൻ അവർ തയ്യാറായിരിക്കും ചിലപ്പോൾ. 3 ലക്ഷം രൂപ കൊടുക്കാൻ യാതൊരു നീതിയുമില്ലാത്തതാണ്. അപ്പോൾ അനീതി നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കും. പലപ്പോഴും പല വ്യക്തികളിൽ നിന്നൊക്കെ അനീതി അനുഭവിക്കും. ചില വാടകക്കാർ കയറിയാൽ ഇറങ്ങത്തുമില്ല, വാടക തരത്തുമില്ല, അനീതി അനുഭവിക്കും. അപ്പം നമ്മൾ ദൈവം രോഗസൗഖ്യം മാത്രമല്ല, ജോലി മാത്രമല്ല, ഏതെല്ലാം മേഖലയിൽ നീ എന്തെല്ലാം അനുഭവിക്കുന്നോ അതെല്ലാം ദൈവം നിരീക്ഷിക്കുന്നുണ്ട്. കർത്താവ് നിരീക്ഷിക്കുന്നുണ്ട്. ആ വിഷയമൊക്കെ നീ എന്തെല്ലാം തരത്തിൽ വിഷമം അനുഭവിക്കുന്നു അതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഈശോ കഥ പറയണത്. ലുക്ക 18 കഥയില്ലേ? ലുക്ക 18 1 തൊട്ട് 7 വരെയുള്ള കഥകൾ, 18:5, 18:7 എന്നാ പറയണത്? ലുക്ക 18:5 18:7 എന്നാ പറയണത്? ഒരു സാധു വിധവ എപ്പോഴും യജമാനോട് എനിക്ക് നീതി നടത്തി തരണമെന്ന് പറയും. അപ്പം അയാൾ എന്നാ പറയണത്? അയാൾ പറയണത് ഇവൾക്ക് നീതി നടത്തി കൊടുക്കാൻ ഒരു ഗ്രൗണ്ടുമില്ല. എന്താണ്? അയാൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല. പിന്നെ എന്താ? മനുഷ്യനെ മാനിക്കണമില്ല. പക്ഷെ ഒരു ഗ്രൗണ്ടുണ്ട്. എന്താണ്? ഇവളെപ്പോഴും ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതാണ് 18:5 ലുക്ക 18:5. ഇപ്പോഴും വന്ന് എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സാധാരണഗതി 2 പത്രോസ് 3:9 പറയണത് ദൈവം കാലവിളംബം വരുത്തണില്ല. പിന്നെ ഒരു ക്ലെയിമും ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും ദൈവതിരുസന്നിധിയിൽ ശല്യം കൂടിക്കഴിഞ്ഞാൽ ശല്യം ഒരു ക്ലെയിമാണ്. നിരന്തരം പ്രാർത്ഥിക്കണില്ലേ? ലുക്ക 18:1 അതാണല്ലോ. നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു എന്നും പറഞ്ഞാണ് ഈ സംഭവം തുടങ്ങണത്. അപ്പം നിരന്തര പ്രാർത്ഥന തന്നെ ഒരു ക്ലെയിമായിട്ട് വരും. പക്ഷേ അതുകൊണ്ടാണ് ഇവൾ എന്നെ എപ്പോഴും വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ താവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? പക്ഷേ പ്രോബ്ലം എന്നെങ്കിലും നീതി നടത്തി തന്നാൽ മതിയോ? അതാണ് പ്രശ്നം. സമയമാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ആഗ്രഹിക്കുന്നത്, വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടണ്ടേ? വിശന്ന് അഗ്നിയും വന്നിച്ച് പോയി അവസാനം ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് കയറും, ഇല്ലേ? അൾസറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമയം ഒരു പ്രശ്നമാണ്. അതിനാണ് ചിറക്. ഇത് സമയത്തെ അതിജീവിക്കാൻ വേഗത കൂട്ടാനാണ് ചിറക് തന്നിരിക്കുന്നത്. ചിറക് കൃത്യമായിട്ട് ഉടമ്പടിയും നിബന്ധനകളുണ്ട്. നിയോഗങ്ങൾക്ക് പോലെ തന്നെ നിബന്ധനകളുണ്ട്. നിബന്ധനകളിൽ 2 കക്ഷി സംഭവങ്ങളുണ്ട്. ഒന്ന് ദൈവകൽപ്പന പാലിക്കും, മറ്റത് യേശുവിനെ സാക്ഷ്യം വഹിക്കും. അത് 12:17 അനുസരിച്ചാണ് അത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. എങ്കിലും ഇവൾ വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അപ്പോൾ എപ്പോഴായാലും നമുക്ക് നീതി കിട്ടും. പക്ഷേ എപ്പോഴായാലും കിട്ടിയാൽ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല.
എന്താണ്? സമയത്ത് നമുക്ക് കിട്ടണം. അതാണ് വിഷയം. അവിടെയാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയണത്. കാര്യം എപ്പോഴായാലും കിട്ടുമെന്നുള്ള ഇപ്പോൾ തന്നെ കാനംകാരിയില്ലേ ബൈബിളിലെ? കാനംകാരിക്കും ഇതുപോലെ ക്ലെയിം ഇല്ലാത്ത ആൾക്കാരാണ്. കാനംകാരി എന്താ വന്ന് ഈശോനോട് പറയണത്? എൻ്റെ മകൾ പിശാച് ബാധിതയാണ്, അവളെ വെള്ളത്തിൽ അവളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റണില്ല, എന്നെ സഹായിക്കാൻ പറയും. അപ്പം കർത്താവ് എന്നാ ചെയ്യും? കർത്താവ് മൗനം പാലിക്കും, മിണ്ടത്തില്ല അല്ലേ? കർത്താവ് മിണ്ടത്തില്ല. അപ്പോഴവളെന്നാ ചെയ്യും? അവൾ അപ്പോസ്തലന്മാരോട് അവളുടെ അപേക്ഷ വെക്കും, മധ്യസ്ഥം വഹിക്കാൻ പറയും. പ്രാർത്ഥനയുടെ സെക്കൻഡ് സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിന്നീട് കാനംകാരി അപ്പോസ്തലന്മാരോട് പറയും, എന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു കർത്താവിനെ, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാൻ പറ, എനിക്ക് വേറെ മാർക്കൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ പത്രോസ് നോക്കിയിട്ട് ഇവളെ സഹായിക്കാൻ ഗ്രൗണ്ടില്ല, ഇവളെ സഹായിക്കാനുള്ള ഗ്രൗണ്ടില്ല. കാര്യം എന്താണ്? ഇവളെ കർത്താവിനെ അറിയത്തില്ല, ഇവളെ കാനംകാരിയാണ്, യഹൂദയല്ല, ഒന്നുമില്ല. പിന്നെ എന്നെ വകുപ്പിൽ ഇവളെ റെക്കമെൻഡ് ചെയ്യോ? വകുപ്പില്ല. ഇവളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ വകുപ്പില്ല. അപ്പോഴേ ഒരു വകുപ്പ് കണ്ടുപിടിക്കും പത്രോസ്. 7:5 വകുപ്പ് കണ്ടുപിടിക്കും. അതെന്ത്? നമ്മുടെ 15:27 ഇവളെ പറഞ്ഞു വിട്, ഇവൾ നമ്മുടെ പിന്നാലെ കരഞ്ഞു വരുന്നല്ലോ എന്നാണ് പറയണത്. കരഞ്ഞു വരുന്നല്ലോ, ഇവളെ പറഞ്ഞു വിടൂ. കാര്യം അവൾക്ക് വേറെ ഗ്രൗണ്ടൊന്നുമില്ല പറയാൻ. അതുകൊണ്ട് ഇവളെ പറഞ്ഞു വിടൂ, ഇല്ലെങ്കിൽ ഇവളുടെ സ്വരവും ബഹളവും കാരണം നമുക്ക് ശല്യമായിരിക്കും. അതാണ് ആ ശല്യം. ശല്യം എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ക്ലെയിമാണ്. നമ്മൾ നേരത്തെ വിധവയുടെ വിഷയം പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവളെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്നാണ് 18:7 ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഇപ്പോഴിവിടെ ഇതിൽ മത്തായിയുടെ സുവിശേഷമാണ്. എത്രയാണ്? അതേപോലെ തന്നെ 15 15:27 ഈ കാനംകാരിയോട് പറഞ്ഞ് ഇവളെ പറഞ്ഞു വിടും, കാരണം ഇവളെ കരഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തി നമ്മുടെ പിന്നാലെ വരുന്നല്ലോ. അപ്പോഴേ കർത്താവ് ആ ക്ലെയിം അർഹതയായിട്ട് കാണുന്നില്ല. കർത്താവ് ഉടനെ പറയും, ഇവൾക്ക് യാതൊരു അർഹതയുമില്ല. എന്താണ്? ഇവൾ ഏകദൈവത്തിൽ വിശ്വസിക്കാത്തവളാ, എബ്രാഹത്തിൻ്റെ സന്തതിയല്ല. അങ്ങനെയുള്ളവരെ നിങ്ങളെല്ലാം പട്ടികളെന്നല്ലേ വിളിക്കണത് എന്ന് ഫരിസേയർ ഒരു ഒളിയമ്പ് പോലെ കർത്താവ് പറയും. അപ്പോൾ കാര്യം ഫരിസേയരും നിയമജ്ഞരും അങ്ങനെയാണ് വിജാതിരെ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ് പട്ടികളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. ഉടനെ ഇവളെന്നാ ചെയ്യും? ഇവൾ പറയും, ദാറ്റ് ഈസ് റൈറ്റ് മൈ ലോഡ് എന്ന് പറയും. അവൾ പൊട്ടിത്തെറിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവപക്ഷത്തു നിന്ന് എന്തെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാർ പൊട്ടിത്തെറിക്കത്തില്ല. അവൾ പറയും, അത് ശരിയാണ് കർത്താവ്, ഞാൻ പട്ടിയാണ്. എന്നിട്ട് ഇവളുടെ വിശ്വാസം ഇവൾ പ്രഖ്യാപിക്കും. നമ്മൾ 15:30 വരുമ്പോൾ എന്താ പറയണത്? മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? കർത്താവ് അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്, പക്ഷേ പട്ടിക്കുഞ്ഞുങ്ങൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോൾ തൻ്റെ ക്ലെയിം എന്ന സംഭവം ഇവളെ അടിയറ സറണ്ടർ ചെയ്യും. ക്ലെയിം സറണ്ടറിങ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈശോ പറയും, ക്ലെയിം സറണ്ടർ ചെയ്യുമ്പോഴാണ് ഫെയ്ത്ത് ആക്സിലേറ്റ് ചെയ്യണത്. നമ്മൾ സാധാരണ ഫെയ്ത്ത് കൊണ്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ക്ലെയിം സറണ്ടർ ചെയ്യണം. നമ്മുടെ കഴിവുകൾ സറണ്ടർ ചെയ്യണം. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? വളരെ ശ്രദ്ധയോടെ കേട്ടാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെടും. കാര്യം ഇവളുടെ ക്ലെയിം എന്താണ്? ഇവൾ ഉടനെ സറണ്ടർ ചെയ്തു. കാര്യം ഇവൾ മനുഷ്യനാണല്ലോ. മനുഷ്യനല്ലേ ഡീപ്പ് പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ പട്ടിയാക്കി വെച്ചിരിക്കണത്. അപ്പം മനുഷ്യനാണല്ലോ, ഞാൻ പട്ടിയൊന്നുമല്ല, ഞാൻ മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഞാൻ മനുഷ്യനാണെന്നുള്ളത് ഇവർക്ക് പറയാം. പക്ഷെ അവൾ തർക്കിക്കത്തില്ല. കാര്യം എന്താണ്? ക്ലെയിം സറണ്ടർ ചെയ്യുമ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? വുമൺ, ദൈ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. നിൻ്റെ വിശ്വാസം ശക്തമാണ്. അപ്പോഴേ ഈശോ ഉദ്ദേശിച്ച് ക്ലെയിം സറണ്ടർ ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? വിശ്വാസം ഡബിൾ ചിറകുകൾ നൽകപ്പെടുകയാണ്, ശക്തി കൂട്ടുകയാണ്. ശക്തി കൂട്ടാൻ വേണ്ടി ചില സമയത്ത് ഈ പ്രോസസ്സിൽ നമ്മളുടെ ക്ലെയിം സറണ്ടർ ചെയ്യാൻ പറയും. ഈ ക്ലെയിം സറണ്ടർ ഒരു സീരിയസ് വിഷയമാണ്. എന്നുവെച്ചാൽ നമ്മുടെ അവകാശം അടിയറവ് വെക്കാൻ പറയും.
അവകാശം അടിയറ വെക്കുന്നതിൻ്റെ വർത്തമാനമാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇവർക്കാണ് ചിറക് നൽകപ്പെട്ടിട്ടത്. അവകാശം അടിയറ വെക്കേണ്ട ആൾ, നമുക്കൊരു അവകാശം ഉള്ളത് അടിയറ വെക്കുമ്പോഴാണ്. ഇത് ആദ്യം ചെയ്ത ആരാണെന്ന് അറിയാവോ? ദൈവവുമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ക്ലെയിം സറണ്ടറിങ് ഉണ്ട്. ക്ലെയിം സറണ്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഷയാണ് എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല എന്ന് പറഞ്ഞില്ലേ? ആരാണ് ക്ലെയിം സറണ്ടർ ചെയ്തത്? ആദ്യം ക്ലെയിം സറണ്ടർ ചെയ്തത് ആരാണ്? ദൈവമാണ്, പിതാവാണ്. തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അതിൻ്റെ പ്രാർത്ഥനാകാലത്ത് എന്തെങ്കിലും ഇടറ് വരികയാണെങ്കിൽ മിണ്ടരുത് കേട്ടാ. ക്ലെയിം സറണ്ടറിൻ്റെ സമയമാണ്, എംപവർ ചെയ്യുന്ന സമയമാണത്, ശക്തീകരിക്കുന്ന സമയമാണ്. പ്രാർത്ഥനാ കാലങ്ങളിൽ വരുന്ന ഹ്യൂമിലിയേഷൻസ് ഇല്ലേ, നമ്മുടെ വിലയും നിലയുമൊക്കെ പോകുന്ന രീതിയിൽ നമ്മളെ താഴ്ത്തിക്കെട്ടതില്ലേ, അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ഉടനെ ഫൈറ്റ് ചെയ്യാൻ പോകും. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ പോകും. നമ്മൾ എംപവർ ചെയ്യണത് ഫൈറ്റ് ചെയ്യാതെ സറണ്ടർ ചെയ്തിട്ട് പറയണം, ഇറ്റ്സ് ഓക്കെ മൈ ലോർഡ്, ഇതാ കർത്താവ് എൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ആ വാഗ്ദാന പേടകമായി മാറട്ടെ, സോ ദാറ്റ് ഐ മേ ബി എംപവേർഡ് എന്നാണ് ഈ ആൾ പറയണത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ വചനം പോലെ ഒന്ന് പറഞ്ഞ്, അങ്ങനെ വചനം പോലെ എന്നെ നിറവേറട്ടെ. വചനം നിറവേറിയാൽ എന്നാ സംഭവിക്കും? വെളിപ്പാട് 12:17 വർക്ക് ചെയ്യും. ദ വിങ്സ് വിൽ ബി ഗിവൺ ആൻഡ് ഷീ വിൽ ബി എംപവേർഡ്. അവൾക്ക് ചിറക് നൽകപ്പെടും, അവൾ ശക്തിയാകും, അവൾ പറന്നു പോകും സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ഈ സമർപ്പണത്തിലൂടെ ഇത് വരണത്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? സമർപ്പണത്തിലൂടെയാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ, അത് ചിലപ്പോൾ ചാണാക്കുഴി പെറ്റ് കിടക്കേണ്ടി വരും, ചിലപ്പോൾ വീർത്ത വയറുമായിട്ട് ഓരോ വീടുകളിൽ തെണ്ടി നടക്കേണ്ടി വരും, അവരെല്ലാം റിജക്റ്റ് ചെയ്യും. അപ്പോഴൊക്കെ ഇവർ പറയും, ഒന്നും മിണ്ടത്തില്ല അവർ. എന്താ കാര്യം? നേരത്തെ അവർ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ്. എത്ര വേണമെങ്കിലും അപ്പൻ എഴുതി കയറ്റാം. അപ്പം കോടികൾ എഴുതി കയറ്റിയായിരുന്നു, അപ്പോഴും മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് പറയണത്, ആട്ടിടയന്മാർ വന്ന് കണ്ട രാത്രി അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. ദാറ്റ് മീൻസ് അവൾ ദാസിയാണെന്നാണ് പറയണത്. എനിക്ക് പരാതിയില്ലപ്പാ, വെള്ളം പോലും കിട്ടാതെ ഇപ്പം ചാണാക്കുഴി പെറ്റ് കിടന്നതിൽ എനിക്ക് പരാതിയില്ലപ്പാ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നിൻ്റെ ദാസിയാണെന്ന്. അതുകൊണ്ട് ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് രാത്രി പറയണില്ലേ? മറിയമാകട്ടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, സമർപ്പണമാണ്. അതാണ് 2:19. അമ്മയെല്ലാം അമ്മ എങ്ങനെയാണ് ശക്തീകരിച്ചതിൻ്റെ മക്കൾ അറിയണം. ബൈ ഹ്യൂമിലിയേഷൻ. അപ്പ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈടറിവ് വന്നു പോയാൽ ഉടനെ കൈ പൊക്കിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസൻ. ഇപ്പം എൻ്റെ വലതുവശം നിൽക്കണതാണ് കർത്താവ്. അപ്പോൾ മാക്സിമം ലോഡ് കൊടുത്ത് ഹ്യൂമിലിയേറ്റ് തുണി വരെ ഉരിഞ്ഞെടുത്തിട്ട് പിറകെ കെട്ടി തൂക്കി നിർത്തുമ്പോഴും അവനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ലെന്ന് സറണ്ടർ ചെയ്യുകയാണ്. എംപവറിങ് ടൈമൊക്കെ അറിയാം ദാസന്മാർക്ക്. മക്കൾ എന്നതിനേക്കാൾ വലുതാണ് ദാസൻ, മക്കൾ എന്നതിനേക്കാൾ വലുതാണ് ദാസി. എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം അതാണ്. ഐസയ്യ 50:3. ക്ലെയിം സറണ്ടറിങ്ങാണ് എല്ലാം വരുന്നത്. അവകാശങ്ങളെ സമർപ്പിക്കുക. ദൈവത്തോട് മാത്രം ഒന്നിനും തർക്കിക്കാൻ പോകരുത്. കാര്യം ഉടമ്പടി വല്ലാത്തൊരു ക്ലെയിമാണ്. ഇൻ കേസ് ഏതെങ്കിലും കാര്യം, ഞാൻ ഉടമ്പടി എടുത്തില്ലേ, ഞാൻ എല്ലാ ബുധനാഴ്ച ഉപവസിച്ചില്ലേ, എല്ലാ ശനിയാഴ്ച ഉപവസിച്ചില്ലേ, ഞാൻ രോഗികൾക്ക് ശുശ്രൂഷിച്ചില്ലേ, ഞാൻ നഗ്നനെ ഉടുപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ ക്ലെയിമില്ലേ, ചില സമയത്ത് സറണ്ടർ ചെയ്യാൻ പറയും, ചില സമയത്ത് നിന്നോട് സറണ്ടർ ചെയ്യാൻ പറയും. അപ്പോൾ നീ പറയും അപ്പോൾ നീ, അതായത് നിങ്ങൾക്കറിയാമല്ലോ, പ്രാർത്ഥനയുടെ ടൈം തെറ്റിയാൽ പോലും സറണ്ടറിങ്ങിനെ ബാധിക്കുന്നതാണത്, സമർപ്പണത്തെ ബാധിക്കുന്നതാണത്, എംപവറിങ്ങിനെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ നീ ഇപ്പോൾ IELTS വേണ്ടി ഉടമ്പടി എടുത്തു. അപ്പോൾ നേരത്തെ നിനക്ക് റീഡിങ്ങേ പോയുള്ളൂ. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ റൈറ്റിങ്ങും റീഡിങ്ങും ഒപ്പം പോയി. അപ്പോൾ ഉടനെ നീ ക്ലെയിം സറണ്ടർ ചെയ്യാൻ പറഞ്ഞതാണ് നിന്നോട്. പരിശുദ്ധാത്മാവ് മിനിമം വർക്ക് ചെയ്താൽ മാത്രമേ ഇത് ക്ലെയിം സറണ്ടറിങ് പരിപാടിയാണ്. ദൈവം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീ ഉദ്ദേശിക്കാൻ കൂടുതൽ
നമുക്ക് യേശു ക്രിസ്തുവിന് നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് നൽകത്തില്ലെന്നില്ലേ? അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയാണ് ചില സമയത്തുള്ള പരീക്ഷണങ്ങളിലൂടെ പോണത്. കൈ അടിച്ച് കർത്താണ് സുലൈമിലെ ഒരു ഭാഗമില്ലേ, കുറച്ച് യഹൂദ പ്രമാണികൾ വന്ന് ഈശോനോട് പറയണ ഒരു ഭാഗം. എന്താ പറയണത്? അവർ പറയണത്, ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ ശതാധിപൻ്റെ ഭൃത്യൻ രോഗബാധിച്ച് കിടക്കുകയാണ്. ശതാധിപൻ എന്ന് പറയുന്നത് 100 പട്ടാളക്കാരുടെ അധിപൻ, റോമൻ ആണ്. അയാളുടെ ഭൃത്യനെ അയാൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു. കാര്യം നല്ല ഭൃത്യനാണ്. അപ്പോൾ അവന് രോഗം ബാധിച്ചപ്പോൾ ശതാധിപൻ ഭയങ്കര ടെൻസ്ഡായി. എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മാർഗം ഈശോ മാത്രമായതുകൊണ്ട് ഈശോൻ്റെ അടുത്ത് ചെല്ലാനുള്ള യോഗ്യത അയാൾക്കില്ലെന്ന് അയാൾ ധരിച്ചു. 2 യഹൂദ പ്രമാണികൾക്ക് ചെന്ന് പറഞ്ഞു, യഹൂദ പ്രമാണികൾ 2 ക്ലെയിം പറയുന്നുണ്ട്. ആര്? ശതാധിപൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കർത്താവിനോട് പറയുന്നത് ക്ലെയിമാണ് പറയണത്. പ്രത്യേകിച്ച് ലൂക്ക 7:5 എന്താ പറയണത്? നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. യോഗ്യത പറയും. ഞാൻ ഈ ക്ലെയിം എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ മനസ്സിലായില്ലല്ലോ അല്ലേ? യോഗ്യതയാണ് എന്താ ഉദ്ദേശിക്കണം, അച്ഛൻ ഉദ്ദേശിക്കും. അവകാശം യോഗ്യത. നമ്മുടെ ഈ അവകാശം യോഗ്യതയും വെച്ചാണ് ഈ ചിറക്, അത് സറണ്ടർ ചെയ്തുകൊണ്ടാണ് ചിറക് നമ്മൾ വാങ്ങിക്കുന്നത്. ശക്തിയുടെയും വേഗതയുടെയും ചിറകുകൾ. അപ്പോൾ അവൻ വന്ന് പറയണത് എന്താ? നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. 2 കാര്യം പറയും. എന്തൊക്കെ പറയും? 1, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാണ് ക്ലെയിം, യോഗ്യത. ഈ ശതാധിപന് കൊടുക്കാനുള്ള യോഗ്യത എന്താണ്? ലൂക്ക 7:5, 7:6, 7:7 ഒക്കെ വായിച്ചാൽ മനസ്സിലാവും. എന്താണ്? അവൻ നമ്മുടെ ജനത്തെ, യഹൂദന്മാരെ, ആ റോമക്കാരൻ സ്നേഹിക്കുന്നു. അതാണ് ഒരു യോഗ്യത. ഇപ്പം നിങ്ങൾ പറയത്തില്ല, ഞാൻ ദൈവത്തിൽ കുഞ്ഞുനാളോട് വിശ്വസിക്കുന്നതാണ് എന്ന് പറയല്ലേ? കുഞ്ഞുനാൾ കൊണ്ട് ഞാൻ പള്ളിയിൽ പോണതാണ് ഇല്ലേ? ഞാൻ കുർബാന മുടക്കിയിട്ടില്ല, കുമ്പസാരം മുടക്കിയിട്ടില്ല, കർത്താവിൻ്റെ ദിവസം ഞാൻ വിശുദ്ധിയുടെ ഇതെല്ലാം ക്ലെയിമാണ്. അതാണ് അവൻ പറയുന്നത്. അവൻ തന്നെ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ക്ലെയിമാണ്, യോഗ്യത. 2ാമത്തെ ക്ലെയിം എന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണി ചെയ്ത് തന്നിട്ടുണ്ട്, പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നും. ഈ 2 യോഗ്യതയും പറയും. ഈ 2 യോഗ്യതയും പറയുമ്പോൾ ഉടനെ ഈശോ അവൻ്റെ കൂടെ പോകും. ദൈവം സഞ്ചരിക്കണം. അങ്ങനെയാണ് സഞ്ചാരി മതാവെന്ന് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം, ദൈവസാന്നിധ്യം സഞ്ചരിക്കും. യോഗ്യതയുള്ളവൻ്റെ കൂടെ ദൈവസാന്നിധ്യം സഞ്ചരിക്കും. ഈശോ പക്ഷേ ശതാധിപൻ ക്ലെയിം സറണ്ടർ ചെയ്യും. അവിടെയാണ് പ്രശ്നം. ശതാധിപൻ ഈശോനെ കണ്ടപ്പോൾ പറയും, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്ലെയിമും ഇല്ല. അത് അവരെന്നെക്കുറിച്ച് പറയണതാണ്. എനിക്കങ്ങനെയുള്ള അവകാശവാദവും യോഗ്യതയുമൊന്നും ഇല്ല. അങ്ങയുടെ മുമ്പിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങയുടെ മുമ്പിൽ നേരിട്ട് വരാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ കരുതി. ആ മനുഷ്യൻ്റെ കരുതലാണ് കർത്താവ്. അല്ലാതെ ഇവർ പറയുന്ന ഈ ക്ലെയിമല്ല. പള്ളി പണിത് തന്നുകൊണ്ടും പള്ളി പണിത് കൊടുത്തുകൊണ്ടും ജനത്തെ സ്നേഹിക്കുന്ന ഗ്രൗണ്ടിലല്ല കർത്താവ് ഉടനെ പോയിരിക്കണത്. കർത്താവ് പോകാൻ കാരണം ഇതാണ്, അവൻ സറണ്ടർ ചെയ്യണവനാണ്. അവൻ്റെ അവകാശമെല്ലാം അവൻ പറഞ്ഞ്, എനിക്ക് 7:7 ലൂക്ക, എനിക്കൊരു യോഗ്യതയുമില്ല, അങ്ങയുടെ മുമ്പിൽ നേരിട്ട് വരാൻ പോലും യോഗ്യതയുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്ന്. എല്ലാ യോഗ്യതകളും, എന്ത് യോഗ്യതകളുണ്ടെങ്കിലും ആ യോഗ്യതയൊന്നും അവകാശമായിട്ട് കണക്കാക്കാതെ അവൻ്റെ ആത്മീയ അവകാശങ്ങളെല്ലാം അവൻ സറണ്ടർ ചെയ്യാൻ. പിന്നെ അവനെക്കുറിച്ച് ഈശോ പറയണത് എന്തെല്ലാമാണ്. ഇന്ന് കുർബാനയെപ്പോലും അവനെക്കുറിച്ച് പറയുന്ന, കർത്താവേ, അങ്ങൻ്റെ വിട്ട് എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. ദൈവവചനമാണ് എൻ്റെ യോഗ്യത. ദൈവവചനത്തിൻ്റെ കൽപ്പന നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമാണ് എൻ്റെ യോഗ്യത എന്നാണ് ശതാധിപൻ പറഞ്ഞത്. കൈയടിച്ച് കർത്താവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ കർത്താവേ, വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവശരണത്തോട് നമ്മൾ നേടിയെടുത്തത് ആയ അവകാശങ്ങളും യോഗ്യതകളും അൺകണ്ടീഷണലായിട്ട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ അടിയറവ് വെക്കുമ്പോഴാണ് ചിറകുകൾ നൽകപ്പെടുന്നത്. മനസ്സിലായ?
ഇതിൻ്റെ രഹസ്യമാണിത്. ഇത് ദൈവിക രഹസ്യം. ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം രഹസ്യമാണല്ലോ, എല്ലാം വെളിപ്പെടുത്തേണ്ടതാണ്. അതാണ് ആ ചേച്ചിയിലൂടെ വെളിപ്പെട്ടത്. എന്താണ്? നമ്മളുടെ അവകാശങ്ങൾ, നമ്മുടെ യോഗ്യതകൾ നമ്മൾ അൺകണ്ടീഷണലായിട്ട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ എപ്പോഴ് അടിയറ വെക്കുന്നുവോ അപ്പോൾ നമ്മൾക്ക് ആത്മീയ ശക്തി ലഭിക്കും. അതാണ് ചിറകുകൾ നൽകപ്പെടുന്നതും നമ്മൾ ഓടി രക്ഷപ്പെടും സർപ്പത്തിൻ്റെ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന്, പല മാനസിക തകർച്ചകളിൽ നിന്ന്, വീടുകളിലുണ്ടാകുന്ന ഓരോ തരത്തിലുള്ള ക്ലേശ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത്. ആ സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ് സമയച്ചുരുക്കത്തോടെ ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വചനം വിശ്വസിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് സമയം ചുരുങ്ങി വരണതാണ് ചിറകിൻ്റെ ബലമെന്ന് പറയണത്. നിങ്ങൾക്കറിയാമോ അതെല്ലാം വരണത് എങ്ങനെയാണ്? സമർപ്പണത്തിലൂടെയാണ്. കർത്താവ് അവസാനം പറഞ്ഞ വാക്കെന്താണ്? ശരീരം അവൻ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? അതാണ് ക്ലെയിം, സമർപ്പണം എന്ന് പറയണത്. ശരീരം അവൻ സമർപ്പിച്ചു, അതിൻ്റെ എല്ലാവിധ ദൈന്യതയോടും കൂടി അവൻ്റെ അഭിമാനം എല്ലാം സമർപ്പിച്ചു. അവൻ്റെ സുഖം, അവൻ്റെ അത് ശരീരവേദനയായി അവൻ ഏറ്റുമേടിച്ചു. എല്ലാവിധ ഹ്യൂമിലിയേഷനോടുകൂടി അവൻ ശരീരം കുരിശിൽ ബലിയായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും സമർപ്പിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണത്? ആത്മാവ്. അവരവസാനം പറയും, അപ്പാ ഇനി ബാക്കിയുള്ളത് എൻ്റെ ആത്മാവാണ്. ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സമ്പൂർണ്ണ സമർപ്പിക്കാൻ ഞങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളുമെല്ലാം ദൈവ തിരുസന്നിധിയിൽ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, വിശ്വാസം കൊണ്ട്, ദൈവസ്നേഹത്തോടെ സമർപ്പിക്കാൻ പരിശുദ്ധ അവൻ തല ചായ്ച്ച് അവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. തല നേരെ നിൽക്കുന്നതിന് ഒരർത്ഥമുണ്ട് അല്ലേ? തല നേരെ നിൽക്കുന്നതിന് അഭിമാനത്തിൻ്റെ ഒരർത്ഥമുണ്ട്, അഹങ്കാരത്തിന് അർത്ഥമുണ്ട്, ആത്മവിശ്വാസത്തിന് അർത്ഥമുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ആന്തരികമായിട്ടുള്ള ഔന്നത്യത്തിൻ്റെ അർത്ഥമാണ് തല നേരെ നിൽക്കുക. ഇവിടെ എന്താ ചോദിച്ചാൽ, അപ്പായുടെ മുമ്പിൽ അവൻ തല ചായ്ച്ചു, തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. സറണ്ടർ ചെയ്യണം, ക്ലെയിം സറണ്ടർ ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സ്പർശിക്കണമേ. യേശുവേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തൊടണമേ. എന്തെങ്കിലും ഹ്യൂമിലിയേഷൻ പോയിൻ്റ് വന്നാൽ, ഏതെങ്കിലും തരത്തിലൊരു അപമാന ഭാരം വന്നാൽ, നിങ്ങൾ 10-30 ഓർക്കണം. ലാസ്റ്റ് സറണ്ടറിന് വേണ്ടിയുള്ള കോളാണ്. കോൾ ഫോർ ലാസ്റ്റ് സറണ്ടർ. കർത്താവിനെ ശക്തിപ്പെടുത്താൻ കാലമായി. അപ്പായാണ് ആദ്യം സറണ്ടർ ചെയ്തത്. നമ്മൾ അങ്ങോട്ടും ദൈവവും നമ്മളും തമ്മിൽ ബന്ധമുണ്ടല്ലോ മക്കളെ, ഭയങ്കര മധുരതരമാണ്. അപ്പായാണ് സ്നേഹത്തെ പ്രതി ആദ്യം സറണ്ടർ ചെയ്തത്, പിന്നെ നമ്മൾ അങ്ങോട്ട് സറണ്ടർ ചെയ്തത്. അതാണ് അവസാനം വരുമ്പോൾ എന്താ പറ്റണമെന്നറിയാമോ? നമ്മൾ ഈ ക്ലെയിം സറണ്ടറിങ്ങിലൂടെ യോഗ്യത അല്ലെങ്കിൽ അവകാശം അടിയറവ് വെക്കുന്നതിലൂടെയാണ് കർത്താവിൻ്റെ ദാസിയാകണതും കർത്താവിൻ്റെ ദാസനാകണതും ഹൃദയത്തെ സംഗ്രഹിക്കണതും തർക്കവും ബഹളവും കുറക്കണതും. പറഞ്ഞ മനസ്സിലായില്ലേ? തർക്കവും ബഹളവും കുറക്കുമ്പോഴാണ് സറണ്ടറിങ് ഉണ്ടാകുക. അതാണ് ശക്തിഗണത്തിന് ചിറക് നൽകപ്പെടുന്നതിൻ്റെയും വേഗത കൂട്ടുന്നതിൻ്റെ സമയം മുഹൂർത്തം. പക്ഷേ എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണത്, അവസാനമായിട്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ എന്തു ചെയ്യും? നമ്മുടെ ആസ്തി, നമ്മുടെ ജംഗമ ആസ്തികളിൽ നിന്ന് സ്ഥാവര ആസ്തികളിലേക്ക് മാറും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 2 തരം സ്വത്താണ് നമുക്കുള്ളത്. ഒന്ന് ജംഗമം, എന്നുവെച്ചാൽ നമുക്ക് മണി ഈസ് വാട്ട് മണി ഡസ്. ചക്രമെന്ന് വിളിക്കണത് എന്താ? മണിയെ പണ്ടെന്താ വിളിക്കണത്? ആ പണത്തെ ചക്രമെന്ന്. കൈമാറി പോകുന്നതുകൊണ്ടും കറങ്ങിപ്പോണതുകൊണ്ടും പണ്ട് ചക്രമായിരുന്നു തിരുവിതാംകൂറിൻ്റെ കാലത്ത്. ചക്രം. മണി ഈസ് വാട്ട് മണി. ഇപ്പോൾ വില്യം സ്മിത്തൊക്കെ പറയുന്നത് മണി ഈസ് വാട്ട് മണി ഡസ്.
പണമെന്ന് പറഞ്ഞാൽ പണം എന്ത് ചെയ്യുന്നുവെന്ന്. ആ പണം തന്നെ സ്ഥാവരമുണ്ട്, ജംഗമമുണ്ട്. ജംഗമം എന്ന് പറഞ്ഞാൽ പൊന്ന്, നമുക്ക് കൈമാറ്റം ചെയ്യാവുന്നതും സഞ്ചരിക്കുന്നതെല്ലാം ജംഗമമാണ്. സ്ഥാവരം എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിക്കാത്തതാണ്. സഞ്ചരിക്കാത്തത് എന്ന് വെച്ചാൽ നമ്മുടെ വീട് സഞ്ചരിക്കത്തില്ലല്ലോ, അല്ലേ? നമ്മുടെ പറമ്പ് സഞ്ചരിക്കുമോ? സ്ഥാവരമാണ്. അതായത് ക്ലെയിം സറണ്ടറിങ് വരുമ്പോൾ വരുന്ന സ്ഥാവരമായിട്ടുള്ള സഞ്ചരിക്കാത്ത ഈടുള്ള ആസ്തി ഉണ്ടാകും. ഈടുള്ള ആസ്തി എന്ന് പറയണത് നിൻ്റെ അനുദിന ജീവിതത്തിന് മാത്രമല്ല, നിത്യജീവിതത്തിനാണുള്ളത്. എൻ്റെ മക്കളെ, ഈ രഹസ്യം നിങ്ങൾ അറിയണം. നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ആസ്തി ദൈവം സ്വരുക്കൂട്ടുന്നത് സറണ്ടറിങ്ങിലൂടെയാണ്, അവകാശം അടിയറ വെക്കുന്നതിലൂടെയാണ്. ദാറ്റ് മീൻസ് വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിലൂടെയാണ് ദൈവം നിലവാരമുള്ള വിശ്വാസത്തിൻ്റെ സ്ഥായിയും സ്ഥിരവുമായിട്ടുള്ള സ്ഥാവരമായിട്ടുള്ള സ്വത്ത് ആർജിക്കണത്. ഈ സ്ഥാവരമായ സ്വത്താണ് നമ്മുടെ നിത്യജീവൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഈ സ്ഥാവര സ്വത്ത് പരാതികളില്ല. ഇപ്പം നീക്ക് കുഞ്ഞുനാൾ പോളിയോ വന്ന്, അല്ലെങ്കിൽ നിൻ്റെ ഒരു കൊച്ച് ഓട്ടിസം ഉള്ള കൊച്ചാണ്. ഇതൊക്കെ സ്ഥാവരമായ സ്വത്തായിട്ട് മാറുകയാണ്. എന്താ കാര്യം? നീ ഒരു കുരിശാണ് ചുമക്കണത്. നിൻ്റെ കുട്ടി ഓട്ടിസമുള്ള കുട്ടിയാണ്. അല്ല, നിനക്ക് പോളിയോ വന്ന ഒരു മകളെ ചികിത്സിക്കേണ്ടതുണ്ട്. ഇപ്പം നിൻ്റെ ഭർത്താവ് തളർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സഹന സാഹചര്യങ്ങളിൽ നമ്മളുടെ സുഖം, നമ്മുടെ സൗകര്യം. ചിലവർ അമ്മച്ചീനോട് പറഞ്ഞ് എൻ്റെ അനിയത്തിയുടെ മനസ്സമ്മതത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്താ കാര്യം? എൻ്റെ അമ്മായിയമ്മ തളർന്ന് കിടക്കുകയാണ്. അവരിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തീട്ടോ മുള്ളും എല്ലാം അവിടെ നിറഞ്ഞ് അകപ്പെടുന്ന ആശകൊടിയായിട്ട് അവർക്ക് മരുന്ന് വിലായിരിക്കും. അപ്പോൾ ഞാൻ അനിയത്തിൽ വിളിച്ച് പറഞ്ഞ് അമ്മ ഇങ്ങനെ കിടക്കുകയാണ്, ഞാനെങ്ങനെ വരും, നീ എന്നെ സഹിക്കുക എന്ന് പറയും. അവരുടെ മനസ്സമ്മതമാണ് അനിയത്തില്ല, പക്ഷെ പോകാൻ പറ്റത്തില്ല. അമ്മായിയമ്മ തളർന്നു പോയി. അപ്പോൾ അമ്മായിയമ്മയെ നമ്മൾ സംരക്ഷിക്കുന്നതിലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ സന്തോഷങ്ങളാണ്, അവകാശങ്ങളാണ്, നമ്മൾ ക്ലെയിമാണ് അടിയറ വെക്കണത്. അവിടെ അടിയറ വെക്കുമ്പോൾ നോക്കൊണ്ടാണ് സ്വത്ത് എന്താ, എങ്ങനെയാണ് നമ്മൾ സത്യം രണ്ട് വിങ് കൊടുക്കുന്നത്. ഒന്ന് ദൈവകൽപ്പന പാലിക്കുന്നതിലൂടെ, രണ്ടാമത് 12-17 ഇവിടെ വർക്കൗട്ട് ചെയ്യണത്. അമ്മായിയമ്മയുടെ തളർന്ന് പ്രഷറടിച്ച് കിടക്കുന്ന അമ്മായിയമ്മയെ ശുശ്രൂഷിക്കുന്ന മരുമകൾ 2 ചിറകുകൾ ഉണ്ടാക്കുകയാണ്, ആർജിക്കുകയാണ്. എന്താണ്? ഒന്ന് ദൈവകൽപ്പന പാലിക്കുന്നതിലൂടെ, 2 കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ. കാര്യം എന്താണ്? അമ്മായിയമ്മ ഇപ്പോൾ ആരാണ്? ഈശോയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോഴെന്താണ്? ദൈവകൽപ്പന പാലിക്കുകയും ചെയ്യുന്നു, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ ലഭിക്കണത്? ചിറകുകൾ മാത്രമല്ല, സ്ഥാവരമായിട്ടുള്ള സ്വത്ത് ലഭിക്കുകയും. ഇതാണ് ക്ലെയിം, നമ്മുടെ ക്ലെയിമായി മാറുന്നത്. ഇത് നിത്യതയ്ക്കാണ് ആസ്തിയായി മാറുന്നത്. നിത്യതയുടെ ആസ്തിയായിട്ടുള്ള അത് എങ്ങനെ? നമ്മൾ സമർപ്പണത്തിലൂടെയാണ്, നമ്മുടെ അവകാശ സമർപ്പണത്തിലൂടെയാണ് സ്ഥാവരമായിട്ടുള്ള ആധ്യാത്മിക ആസ്തി ഉണ്ടാക്കണം. ആത്മീയ ആസ്തി വികസനം ആണ് നമ്മളെ സ്വത്തുകാരനാക്കുന്നത്. ഈ ഗോട്ട് ദ പോയിന്റ്. 12:21 ദൈവദുരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കുന്നവന് സ്ഥിതിയെന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് ദൈവദുരുസന്നിധിയിലുള്ള സമ്പത്ത്? ലൂക്ക 12:21 ദൈവത്തിരുസന്നിധി സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന് സമ്പത്തായി തോന്നുന്നതാണ്, അല്ല നമുക്ക് സമ്പത്തായി തോന്നുന്നതല്ല. അത് നമ്മുടെ മുമ്പിലുള്ള സമ്പത്താണ്. ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തുണ്ട്. 12:21 അനുസരിച്ച് കൊണ്ട് ലൂക്കാ സുവിശേഷം. അതെന്താണ്? അത് അവൻ്റെ പുത്രനോട് നമ്മൾ സാരൂപ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ദൈവത്തിൻ്റെ പ്രസാദമാണ് നമ്മുടെ സമ്പത്ത്. സ്ഥാവര സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറും? മധ്യസ്ഥനായി മാറും, മധ്യസ്ഥയായി മാറും. എന്താ കാര്യം? അവൻ മുന്തിരിച്ചെടിയും നമ്മൾ ശാഖകളുമാണ്. അവൻ നമ്മളെ വെട്ടി ഒരുക്കിയിരിക്കുക. അവൻ സമർപ്പിച്ചതുപോലെ നമ്മളുടെ അവകാശങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അവനോട് തായത്തേടിയോട് നമ്മൾ ഐക്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴെന്ന് പറയും, നമ്മുടെ സമ്പത്ത് ദൈവതിരുസന്നിധി മൂല്യമെന്ന് കരുതണം. നമ്മൾ ദൈവതിരുസന്നിധി നമ്മുടെ സ്ഥാവരമായ നമ്മുടെ സമർപ്പണത്തിലൂടെ നേടിയെടുക്കുന്ന സ്ഥാവര സമ്പത്ത് കൊണ്ട് ആധ്യാത്മികമായ സമ്പത്ത് നമ്മൾ കൈവരിക്കുകയാണ്.
ആത്മീയമായ ആസ്തി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയാണ് ആസ്തി വികസനം ഉണ്ടാക്കുന്നത്. ആത്മീയ ആസ്തി വികസനത്തിലൂടെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് സമ്പന്നനാകുന്നതിലൂടെ നമ്മുടെ മധ്യശക്തി വർദ്ധിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് തിരുസന്നിധിയിൽ നമ്മൾ തേറിയാൽ അതിന് മറുപടി കിട്ടും. അങ്ങനെ മറുപടി കിട്ടണം. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ, ദൈവത്തിന് ആസ്തി വർദ്ധിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനം നിങ്ങളെ ഗ്രഹിക്കുന്ന ആന്തരിക അഭിഷേകം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ആസ്തി വികസനം ഉണ്ടാവുകയും നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയാണ്. ഉദരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃപാസനത്തിൽ ദൈവം 2019 നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കൈവെപ്പ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഉദര രോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. ഇന്ന് നമ്മളൊരു സാക്ഷ്യം കേട്ടു. മകളുടെ അകലങ്ങളിലുള്ള മകളുടെ നടുവേദന മാറാൻ വേണ്ടി അമ്മ സ്വന്തം നടുവിലെ തൈലം പൂശി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവളെ സുഖപ്പെടുത്തി നമ്മൾ വായിച്ചു. കൃപാസനത്തിൽ ഇങ്ങനെ പല സംഭവവും നടക്കും. ഇത് വേറെ ഒരു സ്ഥലമാണ്. അമ്മ മാതാവ് സമയഘടികാരമായി പ്രത്യക്ഷപ്പെട്ടിട്ട് വേഗതയുടെ സുവിശേഷം നൽകിയ വെളിപ്പാടിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കും. വിശ്വാസം ശക്തിപ്പെടാൻ വേണ്ടി അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗം വീട്ടിൽ പോയി 2 പ്രാവശ്യം കേൾക്കണം. കാര്യം കുറേ കാര്യങ്ങൾ കർത്താവ് അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങളും സങ്കടങ്ങളും നിരാശകളും രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് സ്വന്തം ജോലി നഷ്ടപ്പെട്ട കാലങ്ങളും സ്വന്തം പരീക്ഷ നഷ്ടപ്പെട്ടതും അതിൻ്റെ നിരാശയും അതിന് തർക്കമില്ലാതെ ബഹളമില്ലാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അമ്മയെപ്പോലെ കർത്താവിൻ്റെ ദാസിയായി പറഞ്ഞുകൊണ്ട് ആധ്യാത്മികമായ ആസ്തി വികസിപ്പിക്കുന്നതും അതിൻ്റെ ശക്തിയിൽ നീ നിത്യത കൊയ്യുന്നതും അങ്ങനെ കുറേ ദൈവിക സ്വർഗീയ രഹസ്യങ്ങളാണ് കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിച്ചത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗദുരിതങ്ങളെ കടഭാരങ്ങളെ ജീവിത വിഷമതകളെ മാരക രോഗങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഉദരരോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. ഉദരരോഗം എന്ന് പറയുമ്പോൾ അരിസസ്, അൾസർ, പിസ്റ്റുല, PCOD, വിഷരോഗങ്ങൾ, ഗർഭാശയസ്ഥ, മൂത്രാശയത്തിൽ കല്ല്, മൂത്രാശയത്തിൽ വേദന, ഇങ്ങനെ ഗർഭാശയസ്ഥ, ഇങ്ങനെയുള്ള ഓരോ രോഗികളും ഉദരസംബന്ധമായി വരുന്ന എല്ലാ രോഗികളും ഉദരത്തിൽ കൈവെക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഈശോയെ, എൻ്റെ കൈകളെ നിന്റെ കൈകളായി രൂപാന്തരപ്പെടുത്തണമേ. ഉദരരോഗികളുടെ കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നെഞ്ചുവേദനയുള്ളവരെ, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക. ശ്വാസം മുട്ടലുള്ളവരെ അവരിവ്, ആസ്മ, ശ്വാസം മുട്ടൽ, കരൾ രോഗങ്ങളെ നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കണം. നെഞ്ചിൻ്റെ കൂമ്പില്ലേ, കരൾ രോഗികളെ, എക്സ്പാൻഡ് ചെയ്യുന്ന കരളിലെ ഫാറ്റി ലിവർ, ബിൽറൂബിൻ കൂടുതലുള്ളവർ, നിങ്ങൾ ധൈര്യമായിരിക്കുക. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളല്ലേ ദൈവം ചെയ്യണത്. ഹൃദയത്തിന് ദൂരമുള്ളവരെ, ഇനി ആർക്കെങ്കിലും ദൂരമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കൈവെക്കാം. ഇവിടെ അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് മാധ്യസ്ഥ ശക്തിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണത്. ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവരെ, വാൽവ് നേർത്തുപോയവരൊക്കെ ഇടത് നെഞ്ചിൽ കൈവെക്കുക.
തൈറോയ്ഡ് രോഗികൾ കഴുത്തിൽ കൈവെക്കുക. ടോൺസിലൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ പിൻകഴുത്തിലും കൈവെക്കുക. ENT രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കാം. ചെവി കേൾക്കാനാവാത്തവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നവർ, കണ്ണിൽ നിന്ന് തീവ്രമുള്ളവർ, പിരികക്കൊടി ഉള്ളിലേക്ക് വളരുന്നവർ, കണ്ണിൽ ലെൻസിന് മങ്ങൽ വന്നിട്ട് പോയിട്ടുള്ളവർ, മുടിക്കൊഴിച്ചിലുള്ളവർ, തലക്ക് ഞരമ്പിന് ബ്ലോക്കുള്ളവർ, അങ്ങനെയുള്ള നെറ്റിയിൽ കൈവെക്കുക. അച്ഛൻ ഇപ്പോൾ ഈശോ നാമത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കുന്നു. വിശ്വസ് സെബസ്ത്യാനോസിൻ്റെ ദിവസമാണ്. കൃപാസനത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ സെബസ്ത്യാനോസ് ഈ നിമിഷം സെബസ്ത്യാനോസ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ വലിയ ശക്തി. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ, യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കളെ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ടാകാം. സാധ്യതാ രോഗങ്ങൾ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഹോൾ ബോഡി പൊതിഞ്ഞ് കെട്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഉള്ളംകാലും ഉച്ചവരെയുള്ള ശരീരത്തിൻ്റെ മുഴുവൻ അറിയാത്ത രോഗങ്ങൾ, ഉള്ളിലുള്ള ശാരീരികമായ രോഗങ്ങൾ, ശരീരം പൊതിഞ്ഞു കെട്ടി ഉള്ളംകാലും ഉച്ചവരെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ മധ്യശീശയ്ക്ക് സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ശരീരത്തെയും ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ശരീരത്തെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ സമർപ്പിക്കുന്നു. അസ്ഥിരോഗങ്ങള്, പേശി രോഗങ്ങള്, ഞരമ്പ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, അപൂർവ രോഗങ്ങള്, അജ്ഞാത രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, കിഡ്നി രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ലൈവ് കണ്ട് പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ ഇപ്പോൾ കൃപാസനം വലിയ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നവര്, അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളുടെ ജീവിത ചുറ്റുപാടുകൾ, അതിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രാരാബ്ധങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്ന സമയമാണ്. ലോകം മുഴുവനും ഈ ശുശ്രൂഷ ഇപ്പോൾ ലൈവായി കൂടുന്ന ഓരോ മക്കളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങളിപ്പോഴിവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് ഈശോയോട് മാധ്യസ്ഥം വഹിക്കുന്നത്. നിങ്ങളും ജാഗ്രതയോടെ ഇനിയുള്ള നിമിഷങ്ങളുടെ ആശീർവാദത്തിനായി തയ്യാറാകുമ്പോൾ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യോഗ്യതാ പരീക്ഷ എഴുതിയിട്ടുള്ളവരെ, എഴുതാൻ പോണവരെ, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റുകൾ അഭിമുഖീകരിച്ച് കഴിഞ്ഞ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായിപ്പോയവർ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, മാർക്ക് ലിസ്റ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, മറ്റ് ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ തരണില്ല, കിട്ടണില്ല, കെടുകാര്യസ്ഥത, കുരുക്കിലായി പോയവർ,
പലതരത്തിലും നൊമ്പരപ്പെടുന്ന കാരണം ജീവിതം വരിഞ്ഞു പോകുന്ന ആൾക്കാർ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് കേസിലകപ്പെട്ടവർ, കുടുംബം പിരിയാൻ പോണവർ, ഡൈവേഴ്സിന് നോട്ടീസ് വന്നവർ, കേസാകാൻ പോണവർ, വിസ്താരം കാത്തിരിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖല, മക്കൾ ഇല്ലാത്തവർ, പ്രൊമോഷൻ ലഭിക്കാത്തവർ, ശമ്പളം കിട്ടാതെ പോയവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലിക്ക് വീണ്ടും ആഗ്രഹിക്കുന്നവർ, മക്കളെ കൊണ്ട് ദുർനടപ്പ് കൊണ്ടും തെറ്റായ ബന്ധങ്ങൾ കൊണ്ട് അകപ്പെട്ടിരിക്കുന്നവർ, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ, സമാധാനം ഇല്ലാത്തവർ, അയൽവാസികളുമായ ഭിന്നത, വഴക്ക്, ജോലി, വീട്, അതുപോലെ ഓഫീസുകളിലെല്ലാം അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നവർ, പല ചതികളിലും പെട്ടവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പണം നഷ്ടപ്പെട്ടവർ, പല വഞ്ചനകളിലും അകപ്പെട്ടിട്ട് പാപ്പരായി പോയവർ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, ഈശോയുടെ മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സകല ദുരിതങ്ങളും യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. സമാപന ആശീർവാദം. അറിയിപ്പുകളെ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് പുതുതായിട്ട് ഉടമ്പടി എടുക്കാവുന്നതാണ്. എല്ലാ ജില്ലക്കാർക്കും, കേരളത്തിന് പുറത്തുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഇന്ന് ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇന്ന് ഉടമ്പടി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, പുതിയ നിയമമാണ്. പുതിയ വർഷം മുതൽ എല്ലാ ജില്ലക്കാർക്കും എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാവുന്നതാണ്. 4 മണിക്ക് ക്ലാസ് ആരംഭിക്കാം. ഉടമ്പടിയുടെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടമ്പടി ഫോം തരും. നമുക്ക് നേരത്തെ സ്റ്റാഫിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാരണമാണ് ഉടമ്പടി എടുക്കാൻ അനുവദിക്കാതിരുന്നത്. ഇപ്പോഴെല്ലാം ഓക്കെയായി. കാര്യം കുറേ പേര് കംപ്ലൈൻറ്റും പറഞ്ഞു. അകലെ നിന്നൊക്കെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റാതെ പോകേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അതുപോലെ ഉടമ്പടി പുതുക്കാനും പറ്റും. നേരത്തെ നമുക്ക് പുതുക്കാൻ പറ്റുമായിരുന്നു. അകലെ കാസർഗോഡും ട്രിവാൻഡ്രവും ഹൈ റേഞ്ചിലുമേ അകലെയുള്ളവർക്കേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ആലപ്പുഴ ഉൾപ്പെടെ എല്ലാ ജില്ലക്കാർക്കും ഉടമ്പടി പുതുക്കാൻ പറ്റും. പ്രാർത്ഥനാ ദിവസം തന്നെ പുതുക്കാൻ പറ്റും. അതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് പോയി ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ് ഈ പറയണത്. ഭക്ഷണം കൊണ്ടുവന്നിട്ടുള്ളവരായാലും പുറത്തുനിന്ന് കഴിക്കേണ്ടവരായാലും കഴിക്കാം. ഉപവസിക്കുന്നവർക്ക് സുന്ദരമായി ഉപവസിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ ഷെഡ്യൂൾ ഉപവാസം വരണത് ബുധനാഴ്ച ശനിയാഴ്ചയുമാണ്, ചൊവ്വാഴ്ചയല്ല, തിങ്കളാഴ്ചയുമല്ല. പിന്നെ ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യാം. 4 മണിക്ക് ക്ലാസ് ആരംഭിക്കും. രോഗികളുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രദർ അനൗൺസ് ചെയ്യും. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, അങ്ങനെയുള്ള ഗുരുതര രോഗങ്ങളുള്ളവർക്ക് ചീട്ട് തരുന്നതായിരിക്കും. അച്ഛൻ 3:30 തൊട്ട് അൾത്താറയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം കൈവപ്പിച്ച് പ്രാർത്ഥന നടത്തും. അവിടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി 5 പുതുക്കിയവരെ കാണും. 5 പുതുക്കിയവരുണ്ട്. പിന്നെ ഉടമ്പടി 4 പുതുക്കിയവരെ. ഇതെല്ലാം മെസ്സേജ് കൗൺസിലിംഗ് ഉള്ളതാണ്. മെസ്സേജ്, കർത്താവ് തരുന്ന മെസ്സേജ് നിങ്ങൾക്ക് കൈമാറും. തരുമെങ്കിൽ ഉടമ്പടി 3 പുതുക്കിയൊരു സാക്ഷ്യം പറഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് കൗൺസിലിങ്ങിനെ പരിഗണിക്കുന്നതായിരിക്കും. ഉടമ്പടി 1ഉം 2ഉം പുതുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. കൃപാസനത്തിൻ്റെ പ്രേക്ഷിത പദ്ധതിൻ്റെ കാർഡുകൾ കാണിച്ചാൽ മതിയാവും.
പക്ഷേ ഉടമ്പടി 3 പുതുക്കാൻ വരുമ്പോൾ രണ്ടാമത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും മൂന്നാമത് പുതുക്കാൻ വരുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യണം. രണ്ടാമത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല, കാര്യം കാർഡുകൾ കാണിക്കുന്ന വിഷയമല്ലേ ഉള്ളൂ. പക്ഷേ ഇതിനുള്ളിൽ നിങ്ങളുടെ ഉടമ്പടി ഇന്ന് പറഞ്ഞ പോലെ ഉടമ്പടി നിബന്ധനകളായിട്ടുള്ള ദൈവകൽപ്പനകൾ പാലിക്കുന്ന വിഷയം, കുമ്പസാരം, കത്തോലിക്കരാണെങ്കിൽ കുമ്പസാരം, കുർബാന, കുടുംബജീവിതം, പിന്നെ തിരിച്ചു വരുമ്പോൾ സാക്ഷ്യം, കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്താലും അവർക്ക് തൃപ്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാർഡിൽ അവർ നോട്ട് ചെയ്യും. അത് അച്ഛന് കാണാൻ പറ്റും. എപ്പോഴും ആരെങ്കിലും മെസ്സേജ് എടുക്കാൻ വേണ്ടി കാർഡ് നോട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. കാര്യം നിങ്ങൾ ചില ആൾക്കാർ രോഗികളെ കണ്ട് കാണത്തില്ല, രോഗികളെ ശുശ്രൂഷ കാണുക. വീട്ടിൽ സ്വന്തം നാട്ടിൽ സ്വന്തം കുടുംബത്തിൽ രോഗികളുണ്ടെങ്കിൽ പോലും തിരിഞ്ഞു നോക്കാതെ ഉടമ്പടിയും പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മൂന്നാമത്തെ പുതുക്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഉടമ്പടി എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല, അതൊരു സാക്ഷ്യ ജീവിതം ശക്തിപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പരിപാടിയും നടക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണത്. ഇപ്പോൾ 1-2 ദിവസമൊക്കെ ആണെങ്കിൽ അവർ ഇപ്പം തന്നെ അപ്പീൽ കമ്മിറ്റിയുണ്ട്, പലതരം കമ്മിറ്റിയുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള റഫായിട്ടുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക സ്നേഹത്തിന് നിരക്കാത്ത റഫായിട്ടുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അപ്പീൽ കമ്മിറ്റിയുണ്ട്. പിന്നെ അത് അറിയിക്കാനുള്ള HR കമ്മിറ്റിയുണ്ട്. ഇവിടെയൊക്കെ എല്ലാം നമ്പറെല്ലാം പബ്ലിക് ആക്കിയിട്ടുണ്ട്. 2 കമ്മിറ്റിയുടെ എന്ന് വെച്ചാൽ സ്റ്റാഫിൻ്റെ ഉള്ളിൽ ഇത് വലിയ കഷ്ടപ്പെട്ടുള്ള ജോലിയാണ്. രാവിലെ 7 മണിക്ക് തന്നെ ആൾക്കാർ രാത്രി 7 മണിക്കാണ് സ്റ്റാഫ് പോണത്. എങ്കിലും അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് അപ്പീൽ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങളുമായിട്ട് ചിലപ്പോൾ കൗണ്ടറിലുള്ള ആൾക്കാർ ഒരു നിങ്ങളുടെ കുഴപ്പം കൊണ്ടോ അവരത് മനസ്സിലാക്കിയതിൻ്റെ വിഷമം കൊണ്ടോ എന്തെങ്കിലും റഫ് സംസാരം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അപ്പീൽ കമ്മിറ്റിയെ വിളിക്കാം. നിങ്ങളുടെ വിഷയത്തിൽ സമാധാനം ഉണ്ടാകും. നിയമപരവും ന്യായവുമാണെങ്കിൽ സമാധാനം ഉണ്ടാകും. ആരും പറയാനില്ലാത്തൊരവസ്ഥയില്ല. അതിപ്പോൾ എല്ലാ മേഖലയിലുമാണ്. കൗണ്ടറിൽ നിന്ന് ഏത് മേഖലയിൽ നിന്നും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കാനുള്ള, അതവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതിനുള്ള ബോർഡുകളുണ്ട് അവിടെ. ഇപ്പോൾ പ്രാർത്ഥനാർത്ഥികളിൽ നിന്ന് കൗണ്ടറിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്ന് വന്നാലും എന്തെങ്കിലും നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിക്കാതെ വന്നാൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ ന്യായമായ ആവശ്യമായിരിക്കണം, അല്ലാതെ ആർക്കും ഒരു ആനുകൂല്യം ചെയ്ത് കൊടുക്കത്തില്ല. കാര്യം ഇത് ഉടമ്പടി ആയത് കാരണം ഞങ്ങൾക്ക് ദൈവത്തോടാണ് വിശ്വസ്തത, നിങ്ങളോടല്ല. ഉടമ്പടി തന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ആയതുകൊണ്ട് ദൈവത്തോട് മാത്രമേ ഞങ്ങൾക്ക് പ്രത്യേക കടപ്പാടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ബന്ധവുമില്ല, സാമ്പത്തിക ബന്ധം പണ്ടേ ഇല്ല. 87 തുടങ്ങിയ ശുശ്രൂഷയാണ്. ആരോടും ഞാൻ കാശ് ചോദിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ സ്ഥാപനം നന്നാകാൻ കൊടുക്കണം. കാരണം സ്ഥലം ആവശ്യമുണ്ട്. ധ്യാന കേന്ദ്രം വേറെ തുടങ്ങേണ്ടി വരും. കാര്യം ഇവിടെ ഇത്രയും തിരക്ക് ഈ തിങ്കളാഴ്ച തന്നെ വന്നില്ലേ, ഇരിക്കാനും പറ്റണില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ചിലപ്പോൾ സ്ഥലം മേടിക്കാൻ വേണ്ടി അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതും ആധ്യാത്മിക ആനുകൂല്യവും തമ്മിൽ ഒരു ബന്ധമില്ല. അതും ദൈവവും തമ്മിലും നിങ്ങൾ അമ്മയും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇരിക്കാനിടം, ശുശ്രൂഷിക്കാനൊരിടം വാങ്ങിച്ചു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അത് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മൾ അച്ഛനെ കാണിക്കേണ്ട കാർഡുകൾ, ഒരു മെസ്സേജ് എടുക്കേണ്ടി വന്ന അച്ഛനെ കാണിക്കേണ്ട കാർഡുകൾ നിങ്ങൾ സാക്ഷ്യം, കാര്യം 3ാമത്തെ ഉടമ്പടി തൊട്ട് സാക്ഷ്യം തുടങ്ങും. സാക്ഷ്യം എഴുതി കൊടുത്താൽ മാത്രമേ 3ാമത്തെ ഉടമ്പടി പുതുക്കത്തുള്ളൂ. നേരത്തെ വസ്തുക്കൾ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ, ആ മാസത്തെ പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ നേരത്തെ വസ്തുക്കൾ കിട്ടും. പക്ഷേ മെസ്സേജ് കൗൺസിലിങ്ങിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3ാമത്തെ, നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം തുടങ്ങുന്നതാണ്. അപ്പോൾ അടയാളം തുടങ്ങണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളെവിടെയോ പ്രവർത്തനത്തിൽ സ്ലോ വരുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്ത് തന്നെ പോരണം. അപ്പം അതിനാണ് ഈ പുസ്തകം തന്നെ കണ്ടില്ലേ. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള 206 പേജാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഹാൻഡ് ബുക്കാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാം സത്യമാണെന്നല്ലേ ഇന്ന് ആ ചേച്ചി ആദ്യമായിട്ടുമാണ് കൃപാസനത്തെക്കുറിച്ച് കറക്റ്റ് അറിയണത്. അവർക്ക് പോലും കിട്ടുന്ന സ്വപ്നങ്ങളിൽ പോലും സത്യങ്ങളുള്ള ശുശ്രൂഷയാണെന്നല്ലേ ഇന്ന് ആ സാക്ഷ്യങ്ങൾ. ഇപ്പോൾ ഇവർ മാത്രമല്ല, ഈ ചിറകിൻ്റെ കാര്യം വേറെ ആൾക്കാർക്കും സ്വപ്നം വന്നിട്ടുണ്ട്. അവരറിയാതെ, വിഷയം അറിയാതെ തന്നെ. അതുകൊണ്ട് നിങ്ങളത് കൂടുതൽ ഗ്രേറ്റർ നോളജ് വേണമെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ കൈപ്പറ്റി അവധാനതയോടെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
4-ാമത്തെ സാക്ഷ്യത്തിന് ഉടമ്പടി എഴുതി കൊടുത്തതിൻ്റെ കൂടെ അപ്പോൾ 1 മാസം കഴിയുമ്പോൾ വീണ്ടും അടയാളം കിട്ടുമല്ലോ, 3 മാസത്തിനുള്ളിൽ വീണ്ടും അടയാളം കിട്ടുമ്പോൾ അതുകൂടി എഴുതി ഓഫീസിൽ കൊടുക്കുമ്പോൾ ഓഫീസ് അത് ഇഷ്ടപ്പെട്ട ഈ ഓഫീസിന് അത് സത്യമാണെന്ന് നമുക്ക് തോന്നണം. അല്ലാതെ നിങ്ങളുടെ കാര്യം തന്നെ ആയിരിക്കണം. അല്ലാതെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്ക് ബന്ധുഭാരം മാറി രോഗം മാറി എന്ന് വെച്ചാൽ ഞങ്ങളതിവിടെ അംഗീകരിക്കത്തില്ല. കാര്യം അവരിവിടെ ഇല്ലല്ലോ. അവരെയും കൂടി കൊണ്ടുവന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാര്യം ചിറ്റപ്പൻ്റെ വാദം മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കത്തില്ല. ഞാൻ ചിറ്റപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അതാ പ്രശ്നം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ തനത് സാക്ഷ്യങ്ങൾ ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അത് ഞങ്ങൾ ഒപ്പിട്ട് സീൽ ചെയ്ത് തരും. എന്നാൽ പിന്നെ മെസ്സേജ് കൗൺസിലിലോട്ട് പോകും. എന്ത് നടക്കും, എപ്പോൾ നടക്കും, എന്ത് ചെയ്യണമെന്നെല്ലാം പറയും. അപ്പം അതാണ് അച്ഛൻ ഇവിടെ ചെയ്യണത്. ആദ്യം 3 പുതുക്കി 5 പുതുക്കിയവർക്ക് ചെയ്യും. അവർ സാക്ഷ്യം പറഞ്ഞവരായിരിക്കണം. സാക്ഷ്യം പറയാത്തവർക്ക് കൗൺസിലിംഗ് നമ്പർ കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾ ചില നീലക്കാർഡൊക്കെ പണ്ട് പുതുക്കിയ ആൾക്കാരുടെ നീലക്കാർഡുണ്ട്. പക്ഷേ ഒരു സാക്ഷ്യം പറഞ്ഞതല്ലെങ്കിൽ അതിന് 2ൻ്റെ വിലയേ ഉള്ളൂ. അതെങ്ങനെ നീലയെന്ന് ഞങ്ങൾ ചോദിക്കും. ഒരു സാക്ഷ്യം ഇല്ലാതെ എങ്ങനെ നീലയായി? ഇപ്പോൾ പ്രാർത്ഥിച്ച് പോയെന്നല്ലാതെ ഇവർക്ക് അടയാളമില്ലെന്ന് പറയുമ്പോൾ എന്തോ പ്രാർത്ഥനയ്ക്കുള്ള ഉടമ്പടി പ്രകാരമല്ല പ്രാർത്ഥിച്ചിരിക്കണമെന്ന് മനസ്സിലാകും. ഉടമ്പടി പ്രകാരമല്ല. ഉടമ്പടി പ്രകാരമാണെങ്കിൽ അതിന് ചീത്തുകളുണ്ട്, പ്രേക്ഷിത ജോലികൾ. അപ്പുറത്ത് തീർച്ചയായിട്ടും അടയാളം കിട്ടി, ശക്തി പ്രാപിക്കും. ഇപ്പോൾ മെസ്സേജ് കൗൺസിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ സാക്ഷ്യത്തിൻ്റെ പ്രൂഫ് ഉണ്ടാകണം. അപ്പം നിങ്ങൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ യൂട്യൂബ് കാണിച്ചാൽ മതി. പത്രത്തിൽ വന്നിട്ടുള്ളതാണെങ്കിൽ പത്രത്തിൽ വന്നിട്ടുള്ള സാക്ഷ്യമാണെങ്കിൽ പത്രത്തിൻ്റെ കട്ടിങ്സ് വെട്ടിയെടുത്തിട്ട് ഉടമ്പടിയുടെ പൗച്ചിൽ സൂക്ഷിച്ചാൽ മതി. അപ്പം അത് വളരെ സാക്ഷ്യം വളരെ സീരിയസാണ്, വളരെ ശ്രദ്ധിക്കണം. കാരണം മെസ്സേജിലോട്ട് പോകണമെങ്കിൽ. അല്ലാത്തവർക്കെല്ലാം അച്ഛൻ കണ്ട് പ്രാർത്ഥിക്കും. ഉടമ്പടി പുതുക്കിയ തീർച്ചയായിട്ടും ഇപ്പോൾ 2 പുതുക്കിയവർ 1 പുതുക്കിയവരൊക്കെ ഇല്ലേ, അവരെ ഇപ്പോൾ 3 പുതുക്കിയവരൊക്കെ ഉണ്ട്. അവരെ കണ്ട് പ്രാർത്ഥിക്കും, ഒരു കുഴപ്പമില്ല. കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും, ആ വിഷയം പറഞ്ഞാൽ പ്രാർത്ഥിക്കും. പുതുക്കി കഴിഞ്ഞാലേ പ്രാർത്ഥിക്കത്തുള്ളൂ. കാര്യം പുതുക്കാത്തിലിരിക്കണവരൊന്നും ചെയ്യത്തില്ല. കാര്യം അവർ ഉടമ്പടി ഇരിക്കണവരാണ്. ഉടമ്പടി ഒന്നെങ്കിലും പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അച്ഛനോട് കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസ്ഥ തന്നെ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരിയേറെ ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഉദ്ദേശം പൊട്ട ഉദ്ദേശമാണ്, അച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി എടുത്തവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാര്യം അച്ഛനെ കാണുന്ന പ്രാർത്ഥന അല്ലത്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാനുള്ള ശക്തി ധരിക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടിക്രമങ്ങളുടെ പ്രായോഗിക പ്രാർത്ഥനകളാണ്. അപ്പോൾ അത് അതേ വിധി പോകണം. അത് അച്ഛനെ കാണുമായിട്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചാരും ഉടമ്പടി ചെയ്യരുത്. കാണാൻ പറ്റും തീർച്ചയായിട്ടും. ഉടമ്പടി പുതുക്കിയാൽ ഈ ഉടമ്പടി പ്രകാരം ന്യായമായിട്ട് 5 പുതുക്കിയ സീനിയോറിറ്റി കഴിഞ്ഞിട്ട് 4 പുതുക്കിയവർ, പിന്നെ 3 പുതുക്കിയവർ സാക്ഷ്യം പറഞ്ഞെല്ലാം കഴിയുമ്പോൾ രാത്രി 8 മണിയാവും. അപ്പോൾ ബാക്കി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷെ അവരെല്ലാം ഉടമ്പടി പുതുക്കിയവരായിരിക്കണം, ഉടമ്പടി എടുത്തവരല്ല. ഉടമ്പടി പുതുക്കിയവർക്ക് മാത്രമേ ജസ്റ്റ് കൈവെക്കാനുള്ള ചീട്ട് പോലും നൽകത്തുള്ളൂ. അപ്പോൾ വളരെ സീരിയസ് ആണ് വിഷയം, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ. പക്ഷേ ഇത് നിത്യത വരെ നമ്മൾ അനുഗ്രഹിക്കുന്നതാണെന്ന് ഓർത്ത് വേണം സന്തോഷത്തിലിത് ചെയ്യാൻ. ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേർച്ച വസ്തു പിടിച്ചുകൊണ്ട് നിങ്ങൾ സമാപന ആശീർവാദം സ്വീകരിക്കുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, സ്വരം ഉയർത്തി മനമുയർത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. ദൈവമേ അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ തീരാ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ മാരക രോഗികളായിട്ടുള്ളവരും അവർക്ക് സൗഖ്യം നൽകണമേ. ജപ്തി നടപടികൾ കേസുകളിൽ കുടുങ്ങിയിരിക്കുന്നവരെ അങ്ങ് സ്പർശിക്കുന്നുണ്ട് പറയുന്നു. കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ, മക്കളെക്കുറിച്ച് ആകുലതയിൽ കഴിയുന്നവരെ, തെറ്റായ ബന്ധങ്ങൾ ജീവിക്കുന്ന മക്കളെ കർത്താവേ അവരെ ആശീർവദിക്കണമേ. മക്കളുടെ വിദ്യാഭ്യാസ മേഖലയെ ആശീർവദിക്കണമേ. പഠിക്കാനുള്ള താല്പര്യവും ഉത്സാഹവും നൽകി അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളുടെ സ്നേഹവും അനുസരണയുള്ള മക്കളായവരെ കൃപവർഷിക്കണമേ. ആശുപത്രിയിൽ കഴിയുന്നവരെ സ്പർശിക്കണമേ. വീടുകളിൽ രോഗികളായി കഴിയുന്നവരെ സ്പർശിക്കണമേ. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നും നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവിൻ്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിസ പ്രതിസന്ധിയിലായിരിക്കുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ